എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 155 മൂന്നാമത്തെ ചോദ്യം വരാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിൽ നാലാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ ചോദ്യം? സപ്പോസ് വി ടേക്ക് ഓൾ 5 ഡിജിറ്റ് നമ്പേഴ്സ് മെയ്ഡ് യൂസിങ് ദി ഡിജിറ്റ്സ് 1, 2, 3, 4 ആൻഡ് 5 വിത്തൗട്ട് റിപ്പീറ്റേഷൻ. അതായത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ 1, 2, 3, 4, 5 ഈ 5 അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു 5 അക്ക സംഖ്യ. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ 1 വരണം, 2 വരണം, 3 വരണം, 4 വരണം, 5 വരണം. ഈ 5 അക്കങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന നമ്മളൊരു സംഖ്യ ഉണ്ടാക്കുമല്ലോ നമുക്ക്, അല്ലേ? നമുക്ക് സംഖ്യ ഉണ്ടാക്കാം, പലതരത്തിലും സംഖ്യ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. റിപ്പീറ്റ് ചെയ്യാതെ ഈ 5 അക്കങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നാം സംഖ്യകൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഇപ്പോൾ ആദ്യം വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അപ്പം 1, 2, 3, 4, 5 അല്ലേ? ഇത് ഇതേപോലെ എഴുതാം. അപ്പം എത്ര കിട്ടി? 12,345 കിട്ടി അല്ലേ? ഇനി നമുക്കിത് മാറ്റി എഴുതിക്കൂടെ? അപ്പം ഞാൻ 5 ആദ്യം എഴുതി, ഓർഡർ മാറ്റി എഴുതി. 5 ആദ്യം എഴുതി, 4 എഴുതി, പിന്നെ 3 എഴുതി, പിന്നെ 2 എഴുതി, 1 എഴുതി. ഇപ്പം നമുക്ക് വേറൊരു സംഖ്യ കിട്ടിയത് അല്ലേ? ഇനി നോക്കിയാൽ ഞാൻ 3 ആദ്യം എഴുതി, പിന്നെ ഞാൻ 4 എഴുതി, പിന്നെ 1 എഴുതി, പിന്നെ 2 എഴുതി, പിന്നെ 5 എഴുതി അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് പല രീതിയിൽ ഈ സംഖ്യ ഇത് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ 1 2 പ്രാവശ്യം വരാൻ പാടില്ല, അല്ലെങ്കിൽ 2 2 പ്രാവശ്യം വരാൻ പാടില്ല. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാതെ, അതായത് ആവർത്തിക്കാതെ ഈ സംഖ്യകൾ ഉപയോഗിച്ച് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് കുറേ സംഖ്യകൾ എഴുതാൻ പറ്റും അല്ലേ? ഈ സംഖ്യകളിൽ 3ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാണ്? വിച്ച് ഓഫ് ദം ആർ മൾട്ടിപ്പിൾ ഓഫ് 3? അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ എഴുതാം അല്ലേ? ഞാൻ 3 എഴുതി. ഇതുപോലെ നമുക്ക് കുറേ നമുക്ക് ഇനിയിപ്പോൾ 4 ആദ്യം എഴുതാം, പിന്നെ 5 എഴുതിയിട്ട് പിന്നെ 3, 2, 1 അങ്ങനെ എഴുതാം. അങ്ങനെ നമുക്ക് പല രീതിയിൽ എഴുതാൻ പറ്റും അല്ലേ? കുറേ സംഖ്യകൾ നമുക്ക് എഴുതാൻ പറ്റും. ഈ സംഖ്യകളൊക്കെ എഴുതി കഴിഞ്ഞാലും അതിൽ 3ന്റെ മൾട്ടിപ്പിളായി വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചോദ്യം കേൾക്കുമ്പോൾ വലിയൊരു ചോദ്യം പോലെ നമുക്ക് തോന്നില്ല അല്ലേ? ഇതിപ്പോൾ നമുക്ക് എത്ര സംഖ്യകൾ എഴുതാം? കുറേ സംഖ്യകൾ എഴുതാം. ഇനി അതിൽ ഏതൊക്കെയാണ്? ഇപ്പം ഇതൊന്ന് ചെക്ക് ചെയ്യണം, ഇത് ചെക്ക് ചെയ്യണം അല്ലേ? അങ്ങനെ നമുക്കിത് മൊത്തം എഴുതിയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരില്ലേ? അങ്ങനെ നമ്മൾ എല്ലാതും എഴുതി ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ടി വരും. 3ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ട അല്ലേ? നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഒരു സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യകളുടെ അക്കങ്ങളുടെ തുക അല്ലേ, എല്ലാതും കൂടി നമ്മൾ കൂട്ടി നോക്കും. അപ്പോൾ ഇത് ഒരു 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ സംഖ്യ ഈ അക്കങ്ങളെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലേ? എന്നിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന ഉത്തരം 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഈ സംഖ്യയും 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, 1 2 3, 3 3 6, 6 4 10, 10 5 15 അല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് നോക്കിയേ, 1 + 2 + 3 + 4 + 5 അല്ലേ? ഇത് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 15 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ 15 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആണോ? 15 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? നമുക്കറിയാം 5 × 3 15 ആണെന്ന് അറിയാം അല്ലേ? 5 × 3 15. അതായത് 15 എന്ന് പറയുന്നത് 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതും എന്തായിരിക്കും? ഇതും ഈ സംഖ്യയും എന്താണ്? 3ന്റെ ഒരു ഗുണിതമാണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് തീരുമാനമായി. ഇനി നോക്കിയാൽ അടുത്ത സംഖ്യ ഇതുപോലെ കണ്ടുപിടിക്കണോ? വേണ്ട. എന്ത് കാരണം? നമുക്കറിയാം, നോക്കിയാൽ ഈ സംഖ്യകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, സംഖ്യകൾ മാറ്റി മറിച്ച് ഇട്ടാലും ഇതിൻ്റെ സം എന്തായിരിക്കും? സം അല്ലേ? ഇപ്പം നമ്മൾ 5 4 9, 9 3 12 2 14 15 അല്ലേ? അപ്പം എങ്ങനെ നമ്മൾ കൂട്ടിയാലും എന്ത് കിട്ടും നമുക്ക്? സമ്മ് 15 തന്നെ ആയിരിക്കും അല്ലേ? അപ്പം സമ്മിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്ന എല്ലാ സംഖ്യകളും എന്തായിരിക്കും? 3ന്റെ മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും. അപ്പം ഇവിടെ സം ഓഫ് ഡിജിറ്റ് അല്ലേ? സം ഓഫ് ഡിജിറ്റ്സ്, അതായത് അക്കങ്ങളുടെ തുക എത്രയാണ് കിട്ടുക നമുക്ക്? 15 ആണ് അല്ലേ? അപ്പം എങ്ങനെ കൂട്ടിയാലും എന്തായിരിക്കും? അക്കങ്ങളുടെ തുകയൊക്കെ 15 ആയിരിക്കും അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓൾ സച്ച് നമ്പേഴ്സ് ആർ എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പം മലയാളം മീഡിയക്കാരൻ എന്ത് എഴുതണം? ഈ സംഖ്യകളെല്ലാം എന്തായിരിക്കും? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 3ന്റെ ഗുണിതങ്ങളായിരിക്കും. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി അതിലെന്താണ് വേറെ ചോദ്യം ഉണ്ടല്ലോ, വിച്ച് ഓഫ് ദം ആർ മൾട്ടിപ്പിൾ ഓഫ് 9 അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ഒന്നാമത്തത്, അതിലെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഇനി അതിൽ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദം ആർ മൾട്ടിപ്പിൾ ഓഫ് 9 അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഈ 5 അക്കങ്ങളും തിരിച്ചും മറിച്ചും നമ്മൾ എഴുതി കഴിഞ്ഞാൽ കുറേ സംഖ്യകൾ കിട്ടും അല്ലേ? റിപ്പീറ്റ് ചെയ്യാണ്ട് എഴുതി കഴിഞ്ഞാൽ കുറേ സംഖ്യകൾ കിട്ടും. ഈ സംഖ്യകളിൽ 9ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയായിരിക്കും?
9ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെ ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതേപോലെ ചെയ്താൽ മതി അല്ലേ? ഇവിടെ നോക്കിയാൽ നമുക്ക് എത്ര കിട്ടി? ഇത് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടാം? സം ഓഫ് ഡിജിറ്റ് നോക്കിയാൽ, സം ഓഫ് ഡിജിറ്റ് അല്ലേ? സം ഓഫ് ഡിജിറ്റ്സ്, അതായത് അക്കങ്ങളുടെ തുക നമുക്ക് 15 കിട്ടി അല്ലേ? അപ്പൊ എങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ 15 നമുക്ക് കിട്ടുള്ളൂ അല്ലേ? ഓർഡർ എങ്ങനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സംഖ്യ 9ന്റെ ഗുണിതമാവണമെങ്കിൽ നമുക്കറിയാം ആ അക്കങ്ങൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന സംഖ്യ 9ന്റെ ഗുണിതമാണെങ്കിൽ ഇതും 9ന്റെ ഗുണിതമായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് നോക്കിയാൽ ഇവിടെ അക്കങ്ങൾ കൂടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് 15 കിട്ടി. അപ്പൊ 15 9ന്റെ ഗുണിതമാണോ? അപ്പൊ അതായത് 9ന്റെ ടേബിളിൽ 15 ഉണ്ടോ? 15 ഇല്ല അല്ലേ? ഇപ്പൊ നോക്കിയാൽ 9ന്റെ ടേബിൾ 1 × 9 9, 2 × 9 18 അല്ലേ? 3 × 9 27. അപ്പൊ ഇങ്ങനെ പോകുന്നു അല്ലെ? അപ്പൊ ഇതിൽ നോക്കിയാൽ 15 വരുന്നില്ല. അതായത് ഈ 15 എന്ന് പറഞ്ഞാൽ 9ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ല അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതെന്തല്ല, ഇത് 9ന്റെ ഗുണിതാവൂല അല്ലെ? ഇത് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യ 9ന്റെ ഗുണിതല്ല. അങ്ങനെയാണെങ്കിൽ ഇതും 9ന്റെ ഗുണിതല്ല. അപ്പൊ ഇത് മാത്രമല്ല, ഇത് വെച്ച് നമ്മൾ എങ്ങനെ എഴുതി കഴിഞ്ഞാലും അതൊക്കെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുള്ളൂ? 15 തന്നെയാണ് കിട്ടുക അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് നമ്മൾ ഏത് സംഖ്യ എഴുതി കഴിഞ്ഞാലും അതൊന്നും എന്തല്ല, 9ന്റെ ഗുണിതമല്ല അല്ലെ? 9ന്റെ ടേബിൾ വരുന്നുണ്ടോ? വരുന്നില്ല അല്ലെ? പക്ഷെ ഇവിടെ നോക്കിയാൽ ഇവിടെ 3ന്റെ ഗുണിതാണ് അല്ലെ? 3ന്റെ ടേബിളിലൊക്കെ 3ന്റെ ടേബിളിൽ 15 വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് 3ന്റെ ഗുണിതാണ്, പക്ഷെ ഇത് 9ന്റെ ഗുണിതമല്ല അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? നൺ ഓഫ് ദം ആർ, നൺ of them are multiple of 9. അതായത് ഈ സംഖ്യകളിൽ 9ന്റെ ഗുണിതങ്ങൾ ഒന്നും തന്നെ ഇല്ല. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കതിലെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കിയേ. വാട്ട് ഈസ് ദി റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി ഓഫ് ദീസ് നമ്പേഴ്സ് ബൈ 9? അപ്പൊ ഈ സംഖ്യകൾ നമുക്ക് കുറെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞല്ലേ? അപ്പൊ ഈ സംഖ്യകളൊക്കെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആയിരിക്കും റിമൈൻഡർ കിട്ടുക, എത്ര ആയിരിക്കും ശിഷ്ടം കിട്ടുക എന്നാണ് ചോദ്യം അല്ലേ? അപ്പൊ ഈ സംഖ്യകളൊക്കെ 9 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ ശിഷ്ടം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സംഖ്യകളും നമ്മൾ ഹരിച്ചു നോക്കണം, 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം? വേണ്ട, നമുക്കതിനൊരു എളുപ്പപ്പണി അറിയാം അല്ലേ? എന്താണ്? ഈ സംഖ്യകളുടെ സമ്മ് അല്ലെ, സമ്മിനെ എന്ത് ചെയ്താൽ മതി? 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എത്രയാണോ റിമൈൻഡർ കിട്ടുന്നത്, ശിഷ്ടം കിട്ടുന്നത്, അതായിരിക്കും ഈ സംഖ്യകളെയും നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ശിഷ്ടം അല്ലെ? അപ്പൊ നമ്മൾ ഇത് ഓരോന്ന് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? സമ്മ് നമുക്കറിയാം അല്ലെ? സമ്മ് എത്രയാണ്? 15 അല്ലെ? അപ്പൊ സം ഓഫ് ഡിജിറ്റ്സ് എത്രയാണ്? 15 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 15ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ ശിഷ്ടം കിട്ടുന്നത് ആ ശിഷ്ടമായിരിക്കും ഇതിനെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടുക. അപ്പോൾ നമുക്ക് നോക്കിയാൽ 15ന് 9 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ എത്ര ശിഷ്ടം കിട്ടും? ഇപ്പോൾ 15 നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഒരു പ്രാവശ്യം കൂടും അല്ലേ? 1 × 9 9. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? നമുക്ക് 6 എന്ന് കിട്ടി അല്ലേ? 6. അപ്പൊ ഇവിടെ നമുക്ക് 15ന് 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അതായത് അക്കങ്ങളുടെ തുകയെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ശിഷ്ടം കിട്ടിയത്? 6 ശിഷ്ടം കിട്ടിയത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യകളൊക്കെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ശിഷ്ടം കിട്ടുള്ളൂ? 6 തന്നെയായിരിക്കും ശിഷ്ടം കിട്ടുക അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? റിമൈൻഡർ, ശിഷ്ടം. റിമൈൻഡർ എത്രയായിരിക്കും? 6 അല്ലേ? അപ്പൊ ഈ സംഖ്യകൾ മൊത്തം നമ്മൾ ഓരോ സംഖ്യകൾ മാറി 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുള്ളൂ? നമുക്ക് ശിഷ്ടം 6 തന്നെയായിരിക്കും കിട്ടുക. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് 4 കഴിഞ്ഞ് 5ാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ 5ാമത്തെ ചോദ്യം എന്താണ്? എമംഗ് ഓൾ ദി 10 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ഓൾ ഓഫ് ദി 10 ഡിജിറ്റ്സ് 0 തൊട്ട് 9 വരെ അല്ലെ, ഹൗ മെനി ആർ പ്രൈംസ്? വാട്ട് ഈസ് ദി റീസൺ? എന്താണ് ചോദ്യം നോക്കിയാൽ? 0 മുതൽ 1 2 3 4 അങ്ങനെ 9 വരെ. അപ്പൊ ഈ സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറേ സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും അല്ലെ? ഇപ്പം നമുക്ക് 1 ആദ്യം എഴുതിയിട്ട് പിന്നെ ബാക്കി ഇങ്ങനെ ഓർഡറിൽ എഴുതാം, അല്ലെങ്കിൽ 3 എഴുതിയിട്ട് പിന്നെ ഓർഡറിൽ എഴുതാം, അല്ലെങ്കിൽ 9 ആദ്യം എഴുതാം. അതിന് തിരിച്ചു മറിച്ചൊക്കെ നമുക്ക് കുറേ സംഖ്യകൾ എഴുതാൻ പറ്റും അല്ലേ? അപ്പം ഈ സംഖ്യകളിൽ ഹൗ മെനി ആർ പ്രൈംസ്, ഇതിൽ അഭാജ്യ സംഖ്യകൾ ഏതൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് നോക്കിയാൽ ഈ 10 അക്കങ്ങൾ ഉപയോഗിച്ച് കുറേ സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അപ്പം ഇതിൽ അഭാജ്യ സംഖ്യ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ആദ്യം എന്തറിയണം? എന്താണ് പ്രൈം നമ്പർ എന്നറിയണം അല്ലേ? ഒരു സംഖ്യക്ക് ആ സംഖ്യയും പിന്നെ 1 മാത്രമേ ഉള്ളൂ അതിൻ്റെ ഘടകങ്ങൾ അല്ലേ? അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ 2 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 × 2 അല്ലേ? 1 × 2 2. പിന്നെ എനിക്ക് വേറെ രീതിയിൽ ഇതിന് എഴുതാൻ പറ്റുമോ? വേറെ 2 സംഖ്യകൾ ഗുണിച്ചു കഴിഞ്ഞാൽ 2 കിട്ടുമോ? കിട്ടില്ല അല്ലേ? അപ്പോൾ ഇതിന് എനിക്ക് 2നെ 1 × 2 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇനി 3 എനിക്ക് 1 × 3 എന്ന് എഴുതാം. വേറെ 2 സംഖ്യകൾ ഗുണിച്ചാൽ 3 കിട്ടുമോ?
കിട്ടില്ല അല്ലേ. ഇനി 4 ആണെങ്കിലോ 1 ഇൻറ്റു 4 എന്ന് എഴുതാം. ഇനി നോക്കിയേ, ഇനി എനിക്ക് വേണമെങ്കിൽ 2 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലേ. 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4ന് 1 ഇൻറ്റു 4 എന്ന് എഴുതാം, 2 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇനി 5 ആണെങ്കിലോ 5നെ 1 ഇൻറ്റു 5 എന്ന് എഴുതാം. പിന്നെ എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലേ. 6 ആണെങ്കിലോ 1 ഇൻറ്റു 6 എന്ന് എഴുതാം. പിന്നെയോ 2 ഇൻറ്റു 3 അല്ലേ. 2 ഇൻറ്റു 3 6 തന്നെയാണ് അല്ലേ. ഇനി 7 ആണെങ്കിലോ 1 ഇൻറ്റു 7. പിന്നെ എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല അല്ലേ. അപ്പോൾ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സംഖ്യയും ഒന്നും മാത്രമേ അതിൻ്റെ ഘടകങ്ങളായിട്ട് ഫാക്ടേഴ്സ് ആയിട്ട് വരാൻ പാടുള്ളൂ. ഇവിടെ നോക്കിയപ്പോൾ 2ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 2ന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ 1ഉം 2 അല്ലേ. 1ഉം വന്നു, പിന്നെ അതേ സംഖ്യയും തന്നെ വന്നു അല്ലേ. 2. 3ന് നോക്കിയേ, 1ഉം വന്നു, അതേ സംഖ്യയും വന്നു അല്ലേ. അപ്പോൾ ആകെ 2 ഫാക്ടേഴ്സ് ഉള്ളൂ, 1ഉം 3ഉം. ഓക്കെ. ഇനി 4 4ന് നോക്കിയാൽ 1ഉം 4ഉം ഉണ്ട്, പിന്നെ 2ഉം ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിന് നോക്കിയാൽ ഇതിന് 2നേക്കാൾ കൂടുതൽ ഫാക്ടേഴ്സ് വന്നു. അപ്പോൾ ഇതെന്തല്ല? ഇത് പ്രൈം നമ്പർ അല്ല. അപ്പോൾ ഇത് പ്രൈം നമ്പർ അല്ല. മനസ്സിലായല്ലോ. ഇനി ഇതോ, ഇവിടെ നോക്കിയാൽ 1ഉം 5ഉം മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇത് പ്രൈം നമ്പർ ആണ്. ഇതോ, ഇവിടെ 1ഉം 6ഉം ഉണ്ട്, പിന്നെ 2ഉം 3ഉം ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് പ്രൈം നമ്പർ ആണോ? അല്ല. അപ്പോൾ പ്രൈം നമ്പർ ആണെങ്കിൽ 2 ഫാക്ടേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. ഏതൊക്കെയാണ് വരാം? ആ സംഖ്യയും പിന്നെ ഒന്നും ആ സംഖ്യയും മാത്രമേ ഘടകങ്ങളായിട്ട് വരാൻ പാടുള്ളൂ. ആ സംഖ്യകളാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുക. അപ്പോൾ 2 പ്രൈം നമ്പറാണ്, 3 പ്രൈം നമ്പറാണ്, 5 പ്രൈം നമ്പറാണ്, 7 പ്രൈം നമ്പറാണ് അല്ലേ. 1 7 മാത്രമേ ഉള്ളൂ. ഇത് പ്രൈം നമ്പർ ആണോ? ഇത് പ്രൈം നമ്പർ അല്ല. അപ്പോൾ ഇതാണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ നമ്മളോട് ചോദ്യം എന്താണ്? ഈ 10 അക്കങ്ങൾ ഇങ്ങനെ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, ഇതിൽ 1ഉം ആ സംഖ്യയും ഒഴിച്ച് വേറെ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതെന്തല്ല? പ്രൈം നമ്പർ അല്ല എന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റാം? നമുക്ക് ആദ്യം ഇതിൻ്റെ സമ്മ് കണ്ടുപിടിച്ച് നോക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ സം ഓഫ് ഡിജിറ്റ്സ്, അതായത് അക്കങ്ങളുടെ തുക എത്ര കിട്ടും നമുക്ക്? ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നോക്കിയാൽ. അപ്പോൾ 0 + 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 അല്ലേ. എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? കൂട്ടാനൊരു എളുപ്പപ്പണി ഉണ്ട്. നോക്കിയാൽ 1ഉം 9ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 10 കിട്ടി അല്ലേ. അപ്പോൾ ഒരു 10 ആയി. ഇതും 8ഉം 2ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത 10 ആയി. അപ്പോൾ 2 10 ആയി. 3ഉം 7ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത 10 ആയി. അപ്പോൾ 3 10 ആയി. 4ഉം 6ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത 10 ആയി അല്ലേ. അപ്പോൾ 4 10ഉം കിട്ടി, പിന്നെ ഒരു 5ഉം ഉണ്ട് അല്ലേ. അപ്പോൾ 45. അപ്പോൾ നമുക്കിവിടെ സം ഓഫ് ഡിജിറ്റ്, അതായത് അക്കങ്ങളുടെ തുക 45 എന്ന് കിട്ടി. അപ്പോൾ നമുക്കറിയാം, ഈ സംഖ്യകൾ എങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് എഴുതി കൂട്ടിക്കഴിഞ്ഞാൽ സം ഓഫ് ഡിജിറ്റ് 45 തന്നെ ആയിരിക്കും അല്ലേ. അതിൽ മാറ്റില്ലല്ലോ. ഇനി 45 എന്ന് പറഞ്ഞു നോക്കിയേ, 9ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. 9 × 5 കണ്ട, 9 × 5 45 ആണ് അല്ലേ. അപ്പോൾ നോക്കിയേ, ഈ സംഖ്യ എന്ന് പറഞ്ഞത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലേ. ഇനി ഈ സംഖ്യ നോക്കിയാൽ 3ന്റെയും മൾട്ടിപ്പിൾ ആണ് അല്ലേ. ഇവിടെ നോക്കിയാൽ 3 × 15, അതും 45 ആണ്. അപ്പോൾ നമുക്കറിയാം, 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതെന്തായിരിക്കും? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ. 9ന്റെ ടേബിൾ ഉണ്ടെങ്കിൽ 3ന്റെ ടേബിൾ ഉണ്ടാവും അല്ലേ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ ഈ 45 എന്ന് പറഞ്ഞാൽ അത് 9ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ, പിന്നെ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് നമ്മൾ ഏത് സംഖ്യകൾ ഉണ്ടാക്കി കഴിഞ്ഞാലും അതെന്തായിരിക്കും? അത് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 3ന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ. അതായത് അതിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ വരും? എന്തായാലും ആര് വരും? 9ഉം വരും, 3ഉം വരും അല്ലേ. അപ്പോൾ ഇവിടെ അത് അഭാജ്യ സംഖ്യ ആവോ? ആവില്ല അല്ലേ. എന്താണ് കാരണം? ഇവിടെ നോക്കിയാൽ 1ഉം ആ സംഖ്യ മാത്രമേ വരാൻ പാടുള്ളൂ അഭാജ്യ സംഖ്യ എന്ന് പറയുമ്പോൾ. ഇവിടെ ഏതൊക്കെ വരും? 3 വരില്ലേ. 3 ഇതിൻ്റെ ഒരു ഘടകമാണ് അല്ലേ. 3ഉം വരും, 9ഉം വരും അല്ലേ. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഏത് സംഖ്യ ഉണ്ടാക്കിയാലും അതൊന്നും എന്താവില്ല, അതിലൊന്നും അഭാജ്യ സംഖ്യ ഉണ്ടാവില്ല, അതായത് പ്രൈം നമ്പേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ മനസ്സിലായില്ലത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദർ ഈസ് നോ പ്രൈം നമ്പർ അല്ലേ. അതിന് കാരണം എന്താണ്? കാരണം ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ സിൻസ് നമുക്ക് എന്ത് എഴുതാം? സിൻസ് 45 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 and 9. There is no prime numbers. എന്താണ് എഴുതിയിട്ടുള്ളത്? സിൻസ് 45 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 and 9 അല്ലേ. 45 9ന്റെയും 3ന്റെയും ഗുണിതമായതുകൊണ്ട് ഇതിൽ എന്തുണ്ടാവില്ല? ഇതിൽ പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് 6ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം.
വിച്ച് ഈസ് ദി ലീസ്റ്റ് 4-digit നമ്പർ വിത്തൗട്ട് എനി ഡിജിറ്റ് റിപ്പീറ്റിംഗ് വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഡിജിറ്റുകൾ അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ ആവർത്തിക്കാതെ എഴുതാൻ പറ്റുന്ന 9ന്റെ മൾട്ടിപ്പിൾ ആയ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? ഇതാണ് ചോദ്യം. മനസ്സിലായല്ലോ? അപ്പൊ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എഴുതണം. ഏതായിരിക്കുന്നത്? 9ന്റെ മൾട്ടിപ്പിൾ ആയ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ നമ്മൾ കണ്ടുപിടിക്കണം. അതിലൊരു കാര്യം പറ്റുന്നുണ്ട്, സംഖ്യകൾ അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ 1 2 പ്രാവശ്യം വരാൻ പാടില്ല, അല്ലെങ്കിൽ 0 2 പ്രാവശ്യം വരാൻ പാടില്ല, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യയാണ് നമ്മൾ എഴുതേണ്ടത്, 4 അക്ക സംഖ്യ. അപ്പോൾ നമുക്കറിയാം 4 അക്ക സംഖ്യയിൽ ഏറ്റവും ചെറുത് ഏതിന്? 1000 ആണെന്ന് അറിയാം അല്ലേ? 1000 ആണ് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ, നമുക്കറിയാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ആദ്യം 1 തന്നെ എഴുതേണ്ടി വരും അല്ലേ? ഇപ്പം നമ്മൾ 0 വെച്ചിട്ട് ഒരു 4 അക്ക സംഖ്യ എഴുതാൻ പറ്റൂല. അപ്പം 1 എഴുതി. നമുക്ക് നോക്കിയേ 1 0 1 2 3 അല്ലേ? അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതേണ്ടി വരും. ഇതാണ് ഏറ്റവും ചെറിയ സംഖ്യകൾ അല്ലേ? അപ്പോൾ നമ്മൾ അതിൽ നോക്കിയാൽ 1 എഴുതിയിട്ടുണ്ട്, പിന്നെ 0 എഴുതി അല്ലേ? പിന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമോ? പിന്നെ നമുക്ക് എഴുതാൻ പറ്റും, ഇപ്പോൾ 1 എഴുതി, പിന്നെ നമ്മൾ 0 എഴുതി, ഇനി ബാക്കി നമുക്ക് ഏതാ എഴുതാൻ പറ്റുള്ളൂ? 2 3 അല്ലേ? 2 3. അപ്പം ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? ഇപ്പം നോക്കിയാൽ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. നോക്കിയാൽ 0 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ആവർത്തിച്ചിട്ടില്ല. അപ്പോൾ 0 ഒരു പ്രാവശ്യമുള്ളൂ, 1 ഒരു പ്രാവശ്യം, 2 ഒരു പ്രാവശ്യം, 3 ഒരു പ്രാവശ്യം അല്ലേ? അപ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യാതെ എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയാണ് ഇത്. ഇവിടെ നോക്കിയാൽ ഇവിടെ 1000 ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയാണ്, പക്ഷെ അത് 0 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ റിപ്പീറ്റ് ചെയ്യാതെ എഴുതാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? 1 ഇടുക, പിന്നെ 0, പിന്നെ 2, പിന്നെ 3 അല്ലേ? ഇവിടെ നമ്മൾ 0 1 എഴുതാൻ പറ്റില്ല. കാരണം എന്താ? 0 എന്ന് പറയുമ്പോൾ പിന്നെ അതിന് വാല്യൂ ഇല്ല അല്ലേ? അപ്പോൾ അത് 3 അക്ക സംഖ്യയായി മാറി. അപ്പോൾ 4 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ 1 എഴുതി, പിന്നെ 0 എഴുതി, പിന്നെ 2 3. ഇതാണ് 4 അക്ക സംഖ്യ. പക്ഷെ നമ്മോട് എന്താ പറ്റുള്ളത്? ഇത് 9ന്റെ ഗുണിതമായിരിക്കണം അല്ലേ? അപ്പോൾ 9ന്റെ ഗുണിതമായിരിക്കണം. അപ്പോൾ 9ന്റെ ഗുണിതം ആവുകയാണെങ്കിൽ എന്ത് വേണം? ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 9 കിട്ടണം അല്ലേ? ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 1 0 1 1 2 3 3 3 6. നമുക്കിവിടെ 6 കിട്ടണമല്ലോ. എത്ര കിട്ടേണ്ട വരും? 9 കിട്ടണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ വൺസിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന ഈ 3 അങ്ങോട്ട് നമ്മൾ മാറ്റാം അല്ലേ? 3നെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? എവിടെ എത്ര ആക്കേണ്ടി വരും? ഇവിടെ 1 2 3 3 6 6 ഇവിടെ അല്ലേ? എത്ര വേണം? 9 വേണം. അപ്പോൾ ഇവിടെ എത്ര ആക്കേണ്ടി വരും? ഇവിടെ 6 ആക്കേണ്ടി വരും അല്ലേ? അപ്പോൾ നോക്കിയേ 1 0 2, ഈ 3ന് പകരം നമ്മൾ 6 കൊടുത്തു. അപ്പോൾ എത്ര നോക്കിയാൽ 2 3 3 6 9 കണ്ട? അപ്പോൾ ഇത് കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 9 കിട്ടി. അതായത് ഈ സംഖ്യ എന്താണ്? 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നു, എന്തുകൊണ്ടാണ് ഇവിടെ 3ന് പകരം 6 എഴുതി? അതിന് പകരം ഇവിടെ 2ന് പകരം നമുക്ക് 5 എന്നിട്ടാൽ പോരെ അല്ലേ? ഇവിടെ നോക്കിയാൽ 1 0 5 3 ഇങ്ങനെ ഇട്ടാലോ? ഇങ്ങനെ ഇട്ടാലും നോക്കിയാൽ ഇത് 9ന്റെ ഗുണിതം അല്ലേ? 1 5 6 6 3 9 കിട്ടും. പക്ഷേ നോക്കിയേ ഇവിടെ നമ്മൾ ടെൻസിന്റെ സ്ഥാനത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ സംഖ്യ ഇത് അല്ലേ? ഇവിടെ നമുക്ക് നോക്കിയാൽ 1026 കിട്ടിയപ്പോൾ 1053 ആയി അല്ലേ? അപ്പം ഇതിനേക്കാൾ വലിയ സംഖ്യ. സംഭവം ഇതെന്താണ്? 9ന്റെ ഗുണിതം തന്നെയാണ്, പക്ഷെ എന്ത് പറ്റി? ഇതിനേക്കാൾ വലിയ സംഖ്യ അല്ലേ? അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ വേണമെന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാം? ഈ വൺസിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? മാറ്റം വരുത്തിയണ്ട. അത് വൺസിന്റെ സ്ഥാനത്ത് 3 എന്നുള്ളത് നമ്മൾ 6 മാറ്റി എഴുതി. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 9 കിട്ടി അല്ലേ? അതായത് ഈ സംഖ്യ എന്താണ്? 9ന്റെ ഗുണിതമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഏറ്റവും ചെറിയ 9ന്റെ ഗുണിതം ഏതാണ്? അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ എഴുതാൻ പറ്റിയ ഏറ്റവും ചെറിയ 9ന്റെ ഗുണിതം ഇത്. മനസ്സിലായല്ലോ? ഇനി അതിലൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. വാട്ട് അബൌട്ട് ദി ലീസ്റ്റ് 5-digit നമ്പർ അല്ലേ? അതായത് ഇപ്പൊ നമ്മൾ 4 അക്ക സംഖ്യയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി 5 അക്ക സംഖ്യ ഏതായിരിക്കും? നമ്പർ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതേ രീതിയിലുള്ള 5 അക്ക സംഖ്യ ഏതായിരിക്കും? വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് ഐഡിയ? ഇവിടെ നോക്കിയാൽ 4 അക്ക സംഖ്യ നമുക്ക് കിട്ടി അല്ലേ? 4 അക്ക സംഖ്യ കിട്ടി. 1026 ആണ് 9 കൊണ്ട് ഹരിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. ഇത് നമുക്ക് 5 അക്ക സംഖ്യ ഏതാണെന്നാണ് ചോദ്യം അല്ലേ? അപ്പൊ നമുക്കറിയാം 1 2 3 4 5 അക്കം വേണം. ഇവിടെ 4 അക്കം ഉള്ളു അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വൺസിന്റെ സ്ഥാനത്ത് ഒറ്റയുടെ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ കൂട്ടാൻ പാടില്ല. ഇവിടെ സംഖ്യ വലിയ സംഖ്യയും മാറും അല്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇതിന്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ 9 കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? 18 അല്ലേ? 18. അപ്പൊ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 18 കിട്ടണം. അപ്പൊ 18 കിട്ടാൻ ഇവിടെ ഏത് സംഖ്യ നമുക്ക് ചേർക്കേണ്ടി വരും? ഇവിടെ നമുക്ക് എല്ലാം കൂടി കൂട്ടുമ്പോൾ 9 ഉണ്ട് അല്ലേ? ഇനി ഒരു 9 കൂടി ചേർത്താൽ പോരെ? ഇതിന്റെ ഇനിയിപ്പോ ഒരു 9 കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്ത് വരും നോക്കിയാൽ? 1 2 3 4 5 5 അക്ക സംഖ്യയായി നമ്മുടെ അല്ലേ? ഇത് 9ന്റെ ഗുണിതാണോ? ആണ്. എന്താ കാരണം? 1 2 3 3 6 9 9 9 18 കിട്ടി. കണ്ട? 18. അപ്പൊ അക്കങ്ങൾ കൂടി കൂട്ടിയപ്പോൾ നമുക്ക് 18 കിട്ടി അല്ലേ?
അതായത് ഈ സംഖ്യ എന്താണ് 9ന്റെ ഗുണിതമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? ഈ 4 അക്ക സംഖ്യ അതേപോലെ എഴുതി അതിൻ്റെ കൂടെ ഒരു 9 കൂടി എഴുതി കൊടുത്തു. മനസ്സിലായി? അപ്പോൾ വൺസിൻ്റെ സ്ഥാനം നമ്മൾ 9 ഇട്ട് കൊടുത്തു. അപ്പോൾ 9 ഇവിടെ ഇടരുത്. 9 ഇവിടെ ഇട്ട് കഴിഞ്ഞാലും 9ന്റെ ഗുണിതമായി മാറും. പക്ഷെ എന്താ, വലിയ സംഖ്യയും മാറി അല്ലേ വലിയ സംഖ്യയും മാറി. നമുക്ക് ഏറ്റവും ചെറുതിന് കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ വൺസിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? 9 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് 9ന്റെ മൾട്ടിപ്പിളായ ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.